ജോമാറ്റ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. BCOC 132 ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെൻറ്റ്. അതിൻ്റെ ഫസ്റ്റ് ബ്ലോക്ക് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യൻ ബിസിനസ്. അതിൽ ഫസ്റ്റ് യൂണിറ്റ് ആണ് നമ്മൾ കണ്ടതും ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ്. നമ്മൾ ആ ഭാഗം ഏകദേശം അവസാനം എത്തി. ഇന്ന് നമ്മൾ കാണുന്നത് ഒരു ഷോർട്ട് സമ്മറിയാണ്. ആ ഭാഗത്തെ എല്ലാം ഉൾപ്പെടുത്തി എല്ലാം കൂടെ ഒരു ക്യാപ്സൂൾ പരുവത്തിൽ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, പാഠത്തിൻ്റെ ആദ്യ ഭാഗം നമ്മൾ കണ്ടത് ബിസിനസ്സിനെ കുറിച്ചാണ്. ആ ബിസിനസ്സിൽ ഒരു ഹ്യൂമൻ ആക്ടിവിറ്റിയാണ് ബിസിനസ് എന്ന് പറഞ്ഞത്. ഇവിടെ ഹ്യൂമൻ ആക്ടിവിറ്റീസിനെ രണ്ടായിട്ട് തിരിക്കുന്നു: ഇക്കണോമിക് ആക്ടിവിറ്റീസ് ആൻഡ് നോൺ ഇക്കണോമിക് ആക്ടിവിറ്റീസ്. നമ്മളത് പഠിച്ചതാണ്. ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ ലാഭം മുൻനിർത്തിയുള്ള ഒരു ബിസിനസ്, അല്ലെങ്കിൽ നോൺ ഇക്കണോമിക് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ മെയിൻ എയിം ലാഭമല്ല. ഓക്കെ, നമ്മൾ വീണ്ടും കണ്ടു ഇക്കണോമിക് ആക്ടിവിറ്റീസിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്തൊക്കെയാണ്? ബിസിനസ്, സെക്കൻഡ് വൺ പ്രൊഫഷൻ, തേർഡ് വൺ എംപ്ലോയ്മെൻറ്റ്. ഇതിൽ മൂന്നും നമ്മൾ വിശദമായിട്ട് ഫസ്റ്റ് യൂണിറ്റിൽ കണ്ടതാണ്. സാധിക്കാത്തവരൊന്ന് കേട്ടു നോക്കുക. ബിസിനസ് എന്ന് പറയുമ്പോഴത്തേനും എന്താണ്? ബിസിനസ് ഈസ് കൺസേൺഡ് വിത്ത് പ്രൊഡക്ഷൻ ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. പ്രൈമറി ഒബ്ജക്റ്റീവ് എന്താണ് ബിസിനസ്സിൻ്റെ? പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നതാണ്. ഇനി പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ ഒരാളൊരു ഏതെങ്കിലും ഒരു തൻ്റേതായ സ്കില്ലൊരു ഉപയോഗിച്ച് അത് പേഴ്സണൽ സ്കില്ലാണ്, അതിൽ സ്പെഷ്യലൈസ് ചെയ്ത് ആ ഒരു പ്രൊഫഷനാക്കി എടുക്കുന്ന ഒരു തൊഴിൽ. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ ഒരു ഡോക്ടറിനെ പറയുകയാണെങ്കിൽ, ഓക്കെ, മനസ്സിലായല്ലോ. ഇനി എന്താണ് അടുത്താണ് എംപ്ലോയ്മെൻറ്റ്. ഒരു തൊഴിൽ ദാതാവ്, എംപ്ലോയറുടെ കീഴിൽ ഒരു എഗ്രിമെൻ്റ് അല്ലെങ്കിൽ റൂൾസ് ഓഫ് സർവീസ് വെച്ച് ചെയ്യുന്ന ഒരു തൊഴിലിനെയാണ് പറയുന്നത് എംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത്, അല്ലേ? ഓക്കെ, വീണ്ടും നമ്മൾ കാണുകയാണ് മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റി. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ബിസിനസ്സിനെ കുറിച്ച് ഫസ്റ്റ് യൂണിറ്റിൽ പലപ്പോഴും നമ്മൾ നമ്മുടെ ഇഗ്നോവിൻ്റെ എക്സാമിൽ കണ്ടിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ 2-3 പരിശോധിച്ചപ്പോൾ ബിസിനസ്സിനെ കുറിച്ച് പല രീതിയിലാണ് അവർ ചോദിച്ചേക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും വളരെ ശ്രദ്ധയോടെ ഇത് പഠിച്ചാൽ നമുക്കൊരു 10-15 മാർക്ക് ഈ ഫസ്റ്റ് യൂണിറ്റിൽ തന്നെ നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. നമ്മളിവിടെ പറയുന്ന ഒരു അത്യാവശ്യം നമ്മുടെ ആഗ്രഹത്തോടെ ഇഗ്നോയിൽ ചേർന്നു. അത്യാവശ്യം ഒന്ന് എഴുതിയാൽ നമുക്കൊരു 50% മാർക്ക് കിട്ടാം എന്നുള്ള ഉദ്ദേശത്തോടെ മാത്രമാണ് നമ്മളിവിടെ ക്ലാസ് തരുന്നത്. അല്ലാണ്ട് ഒരു ഡീപ്പ് സ്റ്റഡിയൊന്നുമല്ല. മനസ്സിലാകാത്തവർക്ക് അത്യാവശ്യം ഒന്ന് കേട്ടു നോക്കിയാൽ മനസ്സിലാക്കി നമുക്ക് പോയി എഴുതാം എന്ന രീതിയിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും കേട്ടു നോക്കാം. ഓക്കെ, മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ് 6 കാര്യം. ഡീലിങ്സ് ഇൻ ഗുഡ്സ് ആൻഡ് സർവീസസ്, സെക്കൻഡ് വൺ പ്രൊഡക്ഷൻ ആൻഡ് ഓർ എക്സ്ചേഞ്ച്, തേർഡ് വൺ റെഗുലാരിറ്റി ഇൻ ഡീലിങ്സ്, ഫോർത്ത് വൺ പ്രോഫിറ്റ് മോട്ടീവ്, ഫിഫ്ത്ത് വൺ എലമെൻറ്റ് ഓഫ് റിസ്ക്. പെട്ടെന്ന് ഓർക്കുക, നമ്മളെല്ലാം റിലേറ്റ് ചെയ്ത് പഠിക്കുക. റിസ്ക് എന്ന് ഓർക്കുമ്പോഴത്തേനും അതിൻ്റെ കീഴിൽ രണ്ടായിട്ട് നമ്മൾ കാണുന്നുണ്ട്, അല്ലേ? തീ പിടിക്കാം എന്നുള്ള ഉദ്ദേശത്തോടെ നമ്മൾ ഇൻഷുറൻസ് ചെയ്യുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം നാച്ചുറൽ കലാമിറ്റി, അങ്ങനെ ഒരു കാര്യത്തിൽ വരുമ്പോൾ അതിൻ്റെ ഒരു ഇൻഷുറൻസ്. അത് ബോധപൂർവം വരാത്ത ഒരു കാര്യം. അതാണ് രണ്ട് ടൈപ്പ് ഓഫ് റിസ്ക് നമ്മളവിടെ കണ്ടു പ്രീവിയസ് യൂണിറ്റിൽ. അടുത്താണ് എൻ്റർപ്രൈസസ്. ഓക്കെ, ഇത്രയും കാര്യം ഓർത്ത് നിങ്ങൾ വ്യക്തമായിട്ടിരുന്ന് പഠിക്കുക, എഴുതുക. അടുത്ത് നമ്മൾ കാണുന്നതാണ് ബിസിനസ് ആക്ടിവിറ്റീസ്. ബിസിനസ് ആക്ടിവിറ്റീസിൽ ക്ലാസിഫൈഡ് ഇൻറ്റു രണ്ടാക്കി ബിസിനസ്സിനെ തിരിക്കുന്നു. എന്തൊക്കെയാണ്? ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ്. ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ വ്യാവസായിക അടിസ്ഥാനത്തിലാണ്, ഒരു എലാബറേറ്റ് ആയിട്ടുള്ള കാര്യം. കൊമേഴ്സ് എന്ന് പറയുമ്പോൾ വാണിജ്യം, അതിൻ്റെ മലയാളത്തിലേക്കല്ല പോട്ടെ, നമ്മൾ ആ ഒരു മനസ്സിലാക്കിയെടുക്കുക. ഇനി ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസിനെ 4ആയിട്ട് നമ്മൾ തിരിച്ചിരിക്കുന്നുണ്ട്. വ്യവസായമല്ലേ, എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസ്, അതൊക്കെ മൈനിങ്, നാച്ചുറൽ റിസോഴ്സിനെ മാറ്റിയെടുക്കുന്ന ഒരു കാര്യം, അല്ലേ? എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു, അതാണ് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസ്. സെക്കൻഡ് വൺ ജനറ്റിക് ഇൻഡസ്ട്രീസ്, നമ്മൾ ചെയ്തു വരുന്ന കാര്യങ്ങൾ, നമ്മൾ കുറേ നേഴ്സറി അല്ലെങ്കിൽ മീൻ വളർത്തു, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചതാണ്. ഇനി മാനുഫാക്ചറിങ്, പുതിയൊരു കാര്യം പ്രൊഡക്റ്റ് ഉണ്ടാക്കി മാനുഫാക്ചർ, റോ മെറ്റീരിയൽസിനെ പുതുതാക്കി എടുക്കുന്നു, മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി. അടുത്താണ് കൺസ്ട്രക്ഷൻ ഫീൽഡ്, ബിൽഡിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇത് 4 ഓർത്തിരുന്ന് നമ്മൾ എഴുതുക. നമുക്ക് ഐഡിയ കിട്ടിയല്ലോ. അപ്പം നമ്മുടേതായ രീതിയിൽ സിമ്പിളായിട്ട് എഴുതിയാൽ മതി, നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാം. ഇനി നമ്മൾ കൊമേഴ്സാണ്. കൊമേഴ്സ് എന്നാൽ പർച്ചേസ് ആൻഡ് സെയിൽസ് ഓഫ് ഗുഡ് ആണ്, അല്ലേ? അതാണ് കൊമേഴ്സ് എന്ന് പറയുന്നത്, വാണിജ്യം. ഓക്കെ, അതിനെ രണ്ടാക്കി തിരിച്ചിരിക്കുന്നു: ട്രേഡ് ആൻഡ് എയ്ഡ്സ് ടു ട്രേഡ്. ട്രേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വ്യാപാരം ചെയ്യുന്നു, ആ വ്യാപാരം ചെയ്തതിനെ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടതാണ്. ഒന്ന് പ്രീവിയസ്
ക്ലാസ് ഒന്ന് കേട്ടു നോക്കുക. അവിടെ എയ്ഡ്സ് ടു ട്രേഡ് എന്ന് പറയുമ്പം എന്തെല്ലാമാണ് അതിനെ സഹായിക്കുന്ന, ഒരു കച്ചവടത്തിനെ സഹായിക്കുന്ന കാര്യങ്ങൾ? ട്രാൻസ്പോർട്ടേഷൻ വേണം, വെയർ ഹൗസിങ്, സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുക. അടുത്ത വൺ ബാങ്കിങ്, നമുക്ക് ലോണും മറ്റു കാര്യങ്ങളെല്ലാം എല്ലാ ഏർപ്പാടുകളും നടത്തി തരുന്നത്. പിന്നെ ഇൻഷുറൻസ്, നമ്മൾ കണ്ടല്ലോ, നമ്മൾ ഇൻഷുർ ചെയ്യുകയാണ് നഷ്ടപ്പെട്ടാൽ നമുക്ക് കിട്ടാൻ വേണ്ടി. പിന്നെ അഡ്വർടൈസിങ്, പരസ്യം, പല രീതിയിൽ നമ്മളത് കണ്ടിട്ടുണ്ട്, ഏതെല്ലാം രീതിയിലാണെന്നുള്ളത്. അതൊക്കെ ഓർത്തിരുന്ന് സ്വന്തമായിട്ട് നമ്മളൊന്ന് ജനറലൈസ് ചെയ്യുക ഓരോ ടോപ്പിക്കും, എന്നിട്ട് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും പെട്ടെന്ന്. ഇനി അടുത്ത് നമ്മൾ ഓർഗനൈസേഷൻ ഇത് കാണുന്നത്. എന്താണ് ഓർഗനൈസേഷൻ? ഒന്ന് ഓർഗനൈസ് ചെയ്യുകയാണ് അല്ലേ, ഒരു സിസ്റ്റമാറ്റിക്കലി കോർഡിനേറ്റ് ചെയ്ത് അതിൻ്റെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്ത് ഒരു പ്രോഫിറ്റ് ലക്ഷ്യമാക്കി ചെയ്യുന്ന ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ബ്രിങ്സ് ടുഗദർ റിക്വയർഡ് കോമ്പോണൻസ്, പുട്സ് സം ഓൺ വർക്ക് സിസ്റ്റമാറ്റിക്കലി ആൻഡ് കോർഡിനേറ്റ് ആൻഡ് കൺട്രോൾ ദെയർ ആക്ടിവിറ്റീസ് ഇഫക്റ്റീവ്ലി ടു അച്ചീവ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ഏണിംഗ് പ്രോഫിറ്റ്. ലക്ഷ്യം മുൻനിർത്തി എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി ക്രമീകരിച്ച് ചെയ്യുന്ന കാര്യം, അതാണ് ഓർഗനൈസേഷൻ. ഓക്കെ, ഇനി അവിടെ പറയുന്നു there are 4 basic form of business organization: sole proprietorship, second one partnership, third one company, and fourth one cooperative society. ഇതെല്ലാം നമ്മൾ കേട്ട് പരിചയമുള്ളതാണ്. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഇനി അടുത്ത് നമ്മൾ കാണുന്നതാണ് എന്റർപ്രണർ. എന്താണ് എന്റർപ്രണർ? വ്യവസായ സംഘാടനം ചെയ്യുന്ന ഒരാളാണ് അല്ലേ. എല്ലാം ഒരു ഐഡിയ കിട്ടി, ഒരു വ്യക്തിക്ക് ഒരു ഐഡിയ കിട്ടി, അതൊരു എസ്റ്റാബ്ലിഷ്ഡ് ആക്കി ഒരു നിലനിൽപ്പിന് വേണ്ടി അല്ലെങ്കിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൊണ്ടുവരുന്ന ഒരു പ്രവൃത്തിയെ, ആ പ്രവൃത്തി ചെയ്യുന്ന ആളെ വിളിക്കുന്ന പേരാണ് എന്റർപ്രണർ, ഒരു വ്യവസായ സംഘാടകൻ അല്ലേ. അതാണ്. ഇനി അങ്ങനെ ഒരു കാര്യം ചെയ്യണമെങ്കിൽ എന്തെല്ലാം ചെയ്യണം? ഹാർഡ് വർക്ക് വേണം, ഡിസൈർ ടു അച്ചീവ് ഗോൾസ്, ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള എല്ലാ ആഗ്രഹവും വേണം, ഓപ്പൺ മൈൻഡ് ആയിരിക്കണം, ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കണം, വളരെ ശ്രദ്ധയോടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു കാര്യം, അതാണ് അവിടെ പറയുന്നത്. അപ്പം ഇതാണ് യൂണിറ്റ് 1 നമ്മൾ മൊത്തമായിട്ട് കണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വളരെ ശ്രദ്ധിച്ച് നോട്ട് എഴുതി പഠിക്കുക. നിങ്ങൾക്ക് എങ്ങനെ പോയാലും പരീക്ഷയിൽ ഉറപ്പായിട്ടും നല്ല മാർക്ക് തന്നെ വാങ്ങാൻ സാധിക്കും. ഇവിടെ നമ്മൾ പഠിച്ച ഭാഗം ഒന്ന് റിവൈസ് ചെയ്യുകയാണ്, കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ നോക്കിക്കൊണ്ട്. ഫസ്റ്റ് വൺ, വാട്ട് ആർ ഹ്യൂമൻ ആക്ടിവിറ്റീസ്, വാട്ട് ആർ ഇറ്റ്സ് 2 ടൈപ്സ്? ഹ്യൂമൻ ആക്ടിവിറ്റീസ് എന്താണെന്ന് കണ്ടു, നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന കാര്യങ്ങളെ ഹ്യൂമൻ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നു. 2 ടൈപ്സ് എന്തൊക്കെയാണ്? ഇക്കണോമിക് ആൻഡ് നോൺ ഇക്കണോമിക്. അടുത്തത് ഡിഫറൻസ് ബിറ്റ്വീൻ ഇക്കണോമിക് ആൻഡ് നോൺ ഇക്കണോമിക്. ഇക്കണോമിക് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ഒരു പ്രോഫിറ്റ് മുൻനിർത്തിയുള്ള പ്രവൃത്തി. നോൺ ഇക്കണോമിക് സോഷ്യൽ സർവീസ് അല്ലെങ്കിൽ NGO പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് നോൺ ഇക്കണോമിക് എന്ന് പറയുന്നത്. അത് വളരെ എലാബറേറ്റ് ചെയ്ത് സ്വന്തം വാക്യത്തിൽ അങ്ങ് എഴുതുക. ഓക്കെ, അടുത്താണ് വാട്ട് ഈസ് ബിസിനസ്, എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഫീച്ചേഴ്സ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. ഇത് പറയുമ്പോൾ തന്നെ നമുക്ക് ബിസിനസ് എന്നാണെന്ന് മനസ്സിലേക്ക് വരുന്നുണ്ടോ? നമ്മൾ പഠിച്ച ഭാഗം വെച്ച് നോക്കുമ്പോൾ എന്താണ് ബിസിനസ്? പ്രോഫിറ്റ് ലക്ഷ്യമാക്കിയുള്ള ഒരു പ്രവൃത്തി അല്ലേ, അതാണ് ബിസിനസ് എന്ന് പറയുന്നത്. എന്തുമായിക്കോട്ടെ. ഇനി അതിൻ്റെ ഫീച്ചേഴ്സ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് നമ്മൾ കണ്ടിരുന്നു. 6 കാര്യങ്ങൾ ഓർക്കുന്നില്ലോ. ഡീലിങ്സ് ഇൻ ഗുഡ്സ് ആൻഡ് സർവീസസ്, പ്രൊഡക്ഷൻ ആൻഡ് ഓർ എക്സ്ചേഞ്ച്, കണ്ടിന്യൂറ്റി ആൻഡ് റെഗുലാരിറ്റി, പ്രോഫിറ്റ് മോട്ടീവ്, എലമെന്റ് ഓഫ് റിസ്ക്. അത് എഴുതുക. അടുത്തെന്താണ്? ഡിഫറൻസ് ടൈപ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റ്. നമ്മൾ കണ്ട കാര്യമാണ് ഇല്ലേ, എന്തൊക്കെ എംപ്ലോയ്മെൻ്റ് ആണുള്ളത്? ടൈപ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റ്: ഫുൾ ടൈം, പാർട്ട് ടൈം, കാഷ്വൽ, കോൺട്രാക്ട്, അപ്രന്റീസ്ഷിപ്പ്, സീസണൽ എംപ്ലോയ്മെൻറ്റ്. റിവൈസ് ചെയ്യുമ്പോൾ എല്ലാം കിട്ടുമെന്ന് വിചാരിക്കുന്നു. പിന്നത്താണ് ഇവിടെ പറയുന്നത്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രീസ് ഓൺ വേരിയസ് ബിസിനസ്. ഏതൊക്കെയാണെന്ന് ഓർക്കാൻ പറ്റുന്നുണ്ടോ? എന്താണ് ഇവിടെ? വേരിയസ് ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രീസ്: എക്സ്ട്രാക്റ്റീവ്, ജനറ്റിക്, മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് ആൻഡ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസ്. ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തുന്ന മാത്രം എഴുതുക. പിന്നെയാണ് വാട്ട് ഈസ് ട്രേഡ്, വേരിയസ് ടൈപ്സ് ഓഫ് ട്രേഡ്. ട്രേഡ് എന്താണെന്ന് നമുക്കറിയാം. വേരിയസ് ടൈപ്സ് ഓഫ് ട്രേഡ് നമുക്കുണ്ട്, ഇന്റേണൽ എക്സ്റ്റേണൽ അല്ലേ. പിന്നെ അതിൻ്റെ ഡിവിഷൻസ് കൂടി ഉണ്ട്: ഹോൾസെയിൽ ട്രേഡ്, റീറ്റെയിൽ ട്രേഡ്. സിമ്പിളായിട്ട് നമുക്ക് എഴുതിയാൽ തന്നെ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരുന്നാൽ നമുക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പരിശോധിച്ചപ്പോൾ കണ്ടത്
ഡിഫറൻസ് എമംഗ് ബിസിനസ് പ്രൊഫഷണൽ എംപ്ലോയ്മെൻറ്റ് അതിനെക്കുറിച്ച് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബിസിനസ്സിൻ്റെ പല രീതിയിലും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ചാപ്റ്റർ വളരെ സിമ്പിളായിട്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നല്ല രീതിയിൽ പഠിച്ചാൽ ഈ ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന് തന്നെ നമുക്കൊരു 10-15 മാർക്ക് നമ്മുടെ കയ്യിലിരിക്കും. ഓക്കെ, അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നിങ്ങൾ കാത്തിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.